ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ താറാവ് കറിയാണ്. അതിനായി 1.5 കിലോ താറാവ് കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവോള, 15 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 20 ചുവന്നുള്ളി, 3 പച്ചമുളക്, വേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു കുക്കറിലേക്ക് താറാവ് കഷ്ണങ്ങളിട്ട് 2 കറുവാപ്പട്ട, 4 ഏലക്ക ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചതിൻ്റെ പകുതി, 3 പച്ചമുളക്, സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവോളയുടെ പകുതി എന്നിവ ചേർക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 2 ഉരുളക്കിഴങ്ങ് കഷണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇളക്കി യോജിപ്പിച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇറച്ചി വെന്ത് വരുന്ന സമയത്ത് ഒരു പാനിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ചൂടാക്കി മാറ്റി വയ്ക്കുക. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവോള ചേർത്ത് വഴറ്റുക. ഇതൊന്ന് പകുതി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും വേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഏകദേശം ഗോൾഡൻ കളർ ആകുന്നതുവരെ ഇത് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന പൊടികൾ ചേർത്ത് ഇളക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഇറച്ചി ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല കൂട്ട് ചേർത്ത് ഒന്ന് തിളക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, 1 മുറി തേങ്ങയുടെ പാൽ ഈ കറിക്ക് ആവശ്യമാണ്. അതിനായി നമ്മൾ 1 മുറി തേങ്ങയുടെ പാൽ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഗ്രേവി ആവശ്യത്തിന് ഉള്ളത്രയും തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ താറാവ് കറി റെഡിയായിട്ടുണ്ട്.